ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 15ഉം 15ാം പദം 7ഉം ആയാൽ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? എന്താണ്? 7ാം പദം 15ഉം 15ാം പദം 7ഉം ആയാൽ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണണം അല്ലെ മക്കളെ. 7ാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സമാന്തര ശ്രേണിയുടെ 7ാം പദം T7 ആണ് 7ാം പദം അല്ലെ. ഈ 7ാം പദം 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 15ാം പദം T15, 15ാം പദം 7 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 7ാം പദം 15 ആണെന്നും 15ാം പദം 7 ആണെന്നും തന്നിട്ട് നമ്മളോട് പൊതുവ്യത്യാസം എത്ര എന്നാ ചോദിച്ചേക്കുന്നത്. ശരിയാണോ? അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ 2 പദങ്ങൾ തന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പഠിച്ചു. ഇനി ഇവിടെ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 7ാം പദം 15 എന്നും 15ാം പദം 7 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞേക്കുന്നതിന്റെ റിവേഴ്സ് രണ്ടാമത് പറയുന്നത് ആണോ? 7ാം പദം 15, 15ാം പദം 7. ഇങ്ങനെ ആദ്യം പറഞ്ഞേക്കുന്നതിന്റെ റിവേഴ്സ് രണ്ടാമത് വന്നേക്കുന്നെങ്കിൽ എപ്പോഴും പൊതുവ്യത്യാസം -1 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. കേൾക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞേക്കുന്നതിന്റെ റിവേഴ്സ് രണ്ടാമത് വന്നേക്കുന്നെങ്കിൽ പൊതുവ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും? -1. ഇനി അത് ചെയ്ത് വേണമെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാ ചെയ്യണേ മക്കളെ? ആദ്യം സ്ഥാനങ്ങളുടെ വ്യത്യാസത്തെ പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പദങ്ങളുടെ വ്യത്യാസം ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 8 ആണല്ലോ. ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം എത്രയാ? ഇത് തമ്മിലുള്ള വ്യത്യാസം -8 ആണോ? 8/-8 -1 വന്നില്ലേ അല്ലേ? എപ്പോഴും ഒരേ ഫോം. ഞാൻ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ ഇവിടെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. ഇനി ഞാൻ നേരെ തിരിച്ച് ഞാൻ ഇതിൽ നിന്നാണ് ഇത് കുറയ്ക്കുന്നതെങ്കിൽ ഇവിടെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പൊ എങ്ങനെ വന്നാലും ഒരു മൈനസ് വരും. ശരിയല്ലേ? ഒരേ ഓർഡറിൽ ചെയ്യുക. അപ്പൊ ഓർക്കുക, ഇതൊന്ന് കാണാതെ പഠിക്കുക കേട്ടോ. അതായത് 7ാം പദം 15, 15ാം പദം 7. ആദ്യത്തേന്റെ റിവേഴ്സ് ആയിട്ട് രണ്ടാമത്തെ വന്നാൽ എപ്പോഴും പൊതുവ്യത്യാസം -1 ആയിരിക്കും. ഇതൊന്ന് മനസ്സിലുണ്ടായിരിക്കണം, ഓർത്ത് വെക്കുക കേട്ടോ.